കവികൾ എന്ന് വിളിക്കപ്പെട്ടവരിൽ റൂപ്പർട്ട് ബ്രൂക്ക്, പിന്നെ സാസു, ഇവരൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധേയരായ കവികൾ. ഇതിൽ റോബർട്ട് ഗ്രേവ്സ് യുദ്ധത്തിന് മുമ്പും യുദ്ധകാലത്തും താൻ രചിച്ച കവിതകളിലെ ലിറിക്കൽ സെൽറ്റിക് സങ്കല്പത്തെയും റിയലിസത്തെയും ഒക്കെ ഉപേക്ഷിച്ച് കൂടുതൽ ദൈക്ഷണികമായ കവിതയിലേക്ക് പ്രവേശിച്ചു. ദുർഗ്രഹം എന്ന് വിളിച്ചുവെങ്കിലും ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള കവിതകളാണ് അദ്ദേഹം എഴുതിയത്. ഗ്രേവ്സിൻ്റെ കവിതയുടെയും അത് തന്നെയായിരുന്നു മുഖമുദ്ര. ഈ യുദ്ധാനന്തര കവികളെന്ന് നമ്മൾ വിളിക്കുന്ന ബ്രൂക്കും സാസൂണും നാലപ്പാടിൻ്റെ സമവയസ്കരാണ്. ഗ്രേവ്സ് ഒരു 8 വയസ്സ് താഴെയാണ്. പിന്നെ 1914 തന്നെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള കവികളെ സർവൈവേഴ്സ്, അല്ലെങ്കിൽ ആ യുദ്ധത്തെ അതിജീവിച്ചവർ എന്നാണ് ആംഗല സാഹിത്യം വിളിക്കുന്നത്. 1914 തന്നെ ലബ്ധപ്രതിഷ്ഠരായവരെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 1914 പൗരസ്ത്യദീപം തർജ്ജമ ചെയ്ത് തൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടം പിന്നിട്ട് സന്യസിക്കാൻ അൽമറയിലേക്ക് പോയ നാലപ്പാടനും യുദ്ധത്തെ അതിജീവിച്ച കവികളുടെ കൂട്ടത്തിലും പെടുത്താവുന്ന ഒരാളാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് 1917 തിയോസഫിക്കൽ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളൂ. 1914 തന്നെ അദ്ദേഹം സന്യസിക്കാൻ പോയി. അൽമോറയിൽ വെച്ച് മാസ്റ്റേഴ്സിനെ കണ്ട് അദ്ദേഹം ഈ പൗരസ്ത്യദീപം മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അംഗത്വത്തിൻ്റെ മുമ്പ് തന്നെ അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ജോർജിയൻ കവികൾ, ഇമേജിസ്റ്റുകൾ എന്നിവരോടും റോബർട്ട് ബ്രിഡ്യൂസ്, ജോൺ മാസ്ഫീൽഡ്, വില്യം ബട്ട്ലർ യേറ്റ്സ് എന്നിവരോടുമൊപ്പം കഠിനമായ ലോകയുദ്ധക്കെടുതികൾ ഉണ്ടാക്കാവുന്ന മാനസിക ദുഃഖവും സ്വപത്നീവിരഹവും ദാരിദ്ര്യവും കുടുംബ ഭരണക്ലേശവും ഒക്കെ വരുത്തിവെച്ച വ്യക്തിപരമായ മാനസിക വ്യഥയും സഹിച്ച നാലപ്പാട്ട് നാരായണ മേനോൻ ആ മാനസിക സംഘർഷങ്ങളെയെല്ലാം അതിജീവിച്ച് തല ഉയർത്തി തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ ധീരതയുടെയും മാനവികതയുടെയും പ്രതീകമായി ഉയർന്നു നിന്നു. ആ മഹത്വം കാണാതിരിക്കുന്നതാണ് നമ്മളുടെ പോരായ്മ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സും ബുദ്ധിയും സഞ്ചരിച്ച ചക്രവാളങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ അന്ന് മലയാള ഭാഷ വളർന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാം. അന്ന് എന്ന് പറയുന്നതിൽ വേറൊരു അർത്ഥമുണ്ട്. ഇന്നും വളർന്നിട്ടില്ല എന്നുള്ളത് അത് വേറെ കാര്യം. അന്ന് വളർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്നും ഒരു ഏകാഗിയായിരുന്നു. ഇന്നിപ്പോൾ മലയാള ഭാഷ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കരുത്ത് ആർജിച്ചു വളർന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചുറ്റും നോക്കുമ്പോൾ ഞാനത് കാണുന്നില്ല. കാരണം വളരെ താഴത്തെ ലെവലിലേക്കാണ് ഇപ്പോൾ മലയാള ഭാഷ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവണതകളെല്ലാം പിന്നിലേക്കാണ്, മുന്നിലേക്കല്ല നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്തിരിഞ്ഞു നിന്ന് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലേക്ക് നോക്കി ആ അതികായൻ്റെ പാദപതനം കൊണ്ട് ധന്യമായ മലയാള ഭാഷയ്ക്ക് ശരിക്കും അഭിമാനിക്കാൻ വകയുണ്ട്. അഭിമാനിക്കണം എന്നുണ്ടെങ്കിൽ അഭിമാനിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്, അത്രയേ ഉള്ളൂ. എന്തായാലും 1929 85ാമത്തെ വയസ്സിലാണ് റോബർട്ട് ബ്രിഡ്യൂസിൻ്റെ ഏറ്റവും മികച്ച പുസ്തകം ദ ടെസ്റ്റമെൻറ്റ് ഓഫ് ബ്യൂട്ടി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആധുനിക ശാസ്ത്രത്തിൻ്റെയും പ്ലാറ്റോണിക് ആശയങ്ങളുടെയും സമന്വയമാണ് ദൈക്ഷണികമായി ഈ കൃതി നമുക്ക് തരുന്ന ജീവിത ദർശനം. 1924 കണ്ണുനീർത്തുള്ളിയും 1925 പാവങ്ങളും 1928 പുളകാങ്കുരവും പ്രസിദ്ധീകരിച്ച ശേഷമാണ് ഈ പറഞ്ഞ ടെസ്റ്റമെൻറ്റ് ഓഫ് ബ്യൂട്ടി പുറത്തു വരുന്നത്. സാഹിത്യലോകം അപ്പോഴേ അത് കണ്ടിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പ് നാലപ്പാടിൻ്റെ കവിതകളെല്ലാം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണത്. ഇത് സൗന്ദര്യബോധവും കാൽപ്പനികതയും മുറ്റി നിൽക്കുന്ന ഒരു പ്രത്യേക ശൈലിയാണ് ഇതിലൊക്കെ കാണുന്നത്. ബ്രിഡ്യൂസ് സാധാരണ സംഭാഷണ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദങ്ങളും ശൈലികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകത എല്ലാവരും പറയാനുണ്ട്. പക്ഷേ ബ്രിഡ്യൂസിൻ്റെ മുമ്പ് അങ്ങനെ ഉപയോഗിച്ച ഒരാളാണ് നാലപ്പാടനും ശാസ്ത്രവും കലയും തമ്മിലുള്ള സമന്വയത്തിൽ നിന്ന് ഉളവായ പക്വതയാർന്ന ഒരു ജീവിത ദർശനമുള്ള കവിയാണ്. ഈ പക്വതയൊക്കെ അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നു എന്നുള്ളത് ആണ് പ്രത്യേകത. എല്ലാവർക്കും അത് വരാറുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ. പക്ഷെ ഇദ്ദേഹത്തിനത് വളരെ ചെറുപ്പത്തിലേ വന്നു. അത് എന്താ പറയുക, വാസന മൂലമായിട്ടോ എന്തോ കുട്ടിക്കാലത്തെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇച്ചിരി സാധാരണ ഭാഷ എന്ന് ഞാൻ പറയാൻ കാരണം കണ്ണുനീർത്തുള്ളി എടുത്തു നോക്കിയാൽ അവറ്റയെ ചുട്ട് കരിച്ചിടുന്നു. അവറ്റ എന്നുള്ള വാക്ക് വളരെ ദ്രാവിഡമായ വളരെ പ്രാകൃതമായൊരു പദമാണ്. അതുപോലെ നരൻ ക്രമാൽ തൻ്റെ ശവം ചവിട്ടുക എന്നൊന്നും പണ്ട് കവിതയിൽ ഉപയോഗിക്കാറില്ല. അതൊക്കെ വളരെ ഗ്രാമ്യമായ പദങ്ങളാണ്. പിന്നെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? തൊണ്ട് തല്ലി ഉടക്കിയ, പല തിങ്ങൾ
ഒക്കെ മലയാള ഭാഷയ്ക്ക് മാത്രം പ്രത്യേകമായ പദങ്ങളാണ്. തേപ്പ്, പിശാച്, ഇളിച്ചു കാട്ടുക, കിടച്ചു കയ്യിൽ. കിടച്ചു കയ്യിൽ എന്ന് പറഞ്ഞാൽ തമിഴും മലയാളമൊക്കെ കൂടിയതൊരു പഴയ സാധനം. ഇങ്ങനെയുള്ള ഗ്രാമ്യവും കവിതയിൽ പതിവില്ലാത്തതുമായ പദങ്ങൾ ഉപയോഗിച്ച് കണ്ണുനീർത്തുള്ളി മലയാള ഭാഷയെ ഞെട്ടിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് ബ്രിഡ്ജ്യൂസിൻ്റെ ഏറ്റവും മികച്ച പുസ്തകം അവരുടെ ഗ്രാമ്യപദങ്ങളൊക്കെ ആയിട്ട് പുറത്തു വരുന്നത്, വെളിച്ചം കാണുന്നത്. സംഭാഷണ ശൈലിയിൽ കവിത എഴുതുന്നതിന് എത്ര ഉദാഹരണം വേണം കണ്ണുനീർത്തുള്ളിന്ന്, എത്ര വേണമെങ്കിൽ എടുത്തു കാട്ടാം അല്ലേ. ഒരാളെ അയത്തൻ മടിയിൽ കരയേറ്റാൻ കൈനീട്ടി ഞങ്ങളെ മാറി മാറി ശഠ്യം പിടിപ്പിക്കുകയാണ് തായമാർക്കന്ന് വാത്സല്യപരം വിനോദം. കുറച്ചു നാൾക്കുള്ളിലൊരച്ഛനാവും ഞാനും ജഗത്തെ തവ ദിവ്യഭാഗം തുറക്കയായ എന്നുടെ മുന്നിൽ അന്നീ ആഹ്ലാദഗീതത്തിൽ മിടിച്ചു ചിത്തം. ഇതൊക്കെ സംസാര ഭാഷയിലുള്ള കവിത, പക്ഷേ മനോഹരമായ ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ളിൽ തട്ടുന്ന വാക്കുകൾ. കാലഘട്ടത്തിന് മുന്നേ സഞ്ചരിക്കുന്ന കവിക്ക് അംഗീകാരം കിട്ടാൻ വൈകും എന്ന പാഠമാണ് ഒരുപക്ഷെ നാലപ്പാടിൻ്റെ കാവ്യജീവിതം നമുക്ക് തരുന്നത്. യേറ്റ്സിൻ്റെ കവിതയിൽ അവസാനത്തെ 2 ദശകങ്ങളിൽ പ്രകടമായ മാറ്റം കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളിൽ നിന്ന് വ്യത്യസ്തമായി ആത്മാർത്ഥത കൊണ്ടും ഗാംഭീര്യം കൊണ്ടും കനപ്പെട്ടു ധൈഷണിക ഭാവങ്ങൾ ഈ കാലത്തെ കവിതകളിലുണ്ട്. യേറ്റ്സ് പറഞ്ഞു, വി ഷുഡ് റൈറ്റ് അവർ തോട്ട്സ് ഇൻ ആസ് നിയർലി ആസ് പോസിബിൾ ദ ലാംഗ്വേജ് വി തോട്ട് ദം ഇൻ ആസ് തോട്ട് ഇൻ എ ലെറ്റർ ടു എൻ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. We should not disguise them in any way, for our lives give them force, as the lives of people in place give force to their words. കണ്ണുനീർത്തുള്ളിയിൽ നാലപ്പാട്ട് ഉപയോഗിക്കുന്ന ഭാഷ തൻ്റെ തീവ്രമായ മനോദുഃഖത്തെക്കുറിച്ച് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് പറയുന്ന ഭാഷയാണ്, വായനക്കാരനോടല്ല, ഒരു സുഹൃത്തിനോട് പറയണ ഭാഷയിലാണ് അദ്ദേഹം ആ കവിത അങ്ങോട്ട് എഴുതി വച്ചിരിക്കുന്നത്. പല വരികളിലും കവിയുടെ ആത്മാർത്ഥത കാതുള്ളവൻ്റെ കാതിൽ വീഴാതിരിക്കില്ല. ഹൃദയമുള്ളവൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിലേക്ക് കടക്കുന്നത്. കവിയുടെ ജീവിതമാണ് കവിയുടെ വാക്കുകളുടെ ശക്തി. അതിനെ കൃത്രിമതയുടെ യാതൊരു ആവരണവുമില്ലാതെ ആ കവി തുറന്നു കാട്ടുന്നു. താൻ എന്തു ചിന്തിച്ചുവോ അത് ചിന്തിച്ച ഭാഷയിൽ തന്നെ സുഹൃത്തിനോട് പറയുന്നു. കവി ചിന്തിച്ച പദങ്ങളും ചിന്തിച്ച വഴിയും നമുക്ക് രുചിച്ചില്ലായിരിക്കാം, എന്തേ ഗ്രാമ്യപദം എന്നൊക്കെ. പക്ഷേ ആ കവിക്ക് ആ സന്ദർഭത്തിൽ അങ്ങനെയല്ലാതെ ചിന്തിക്കാനാവില്ല എന്നതാണ് സുശിക്ഷിതമായ ആ സ്വതന്ത്ര മനസ്സിൻ്റെ പ്രത്യേകത. പുളകാങ്കുരത്തിലും ഇതേ ശൈലി നമുക്ക് കാണാം. 1928 ദ ടവറും 1929 ദ വൈൻഡിങ് സ്റ്റെയർസും പ്രസിദ്ധീകരിക്കുമ്പോഴാണ് യേറ്റ്സിൻ്റെ ഉള്ളിലെ ഈ പക്വത നമ്മൾ കാണുന്നത്. എന്നാൽ 1924 കണ്ണുനീർത്തുള്ളിയും 1928 പുളകാങ്കുരം പ്രസിദ്ധീകരിക്കുമ്പോൾ നാലപ്പാടനിൽ ഈ പക്വത ഉണ്ട്, കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ യേറ്റ്സിൻ്റെ മുമ്പ് തന്നെ ഈ പക്വത നാലപ്പാട്ടിലുണ്ട്. അപ്പം നമ്മൾ താരതമ്യം ചെയ്യുന്നു എന്നല്ലാതെ അതൊന്നും ഇങ്ങോട്ട് എടുത്തുനിന്നൊന്നും പറയാൻ യാതൊരു ഇതുമില്ല. വർഷങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒന്നും ഒന്നിൽ നിന്നും സ്വീകരിക്കാതെ സ്വന്തം സ്വാതന്ത്ര്യമായ രീതിയിൽ എഴുതിയിട്ടുള്ള കവിയാണ് നാലപ്പാട്. കൃത്രിമമായ ആദ്യകാല കവിതാശൈലി അദ്ദേഹം മുഴുവനായി ഉപേക്ഷിച്ചു കളഞ്ഞു 1924 തന്നെ. അടുത്ത വർഷം ആ കണ്ണുനീർത്തുള്ളിയുടെ 100ാം വർഷമാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചാൽ നല്ലത്, അത്രയേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും ഒരു വാക്ക് കവിത എഴുതിയതിനൊക്കെ മഹാകവിപ്പട്ടം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനൊരു കവിത എഴുതി മലയാള കവിതയ്ക്ക് ഒരു കിരീടം ചാർത്തിക്കൊടുത്ത കവിയെ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്തത് എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണത്. 1940 ലാസ്റ്റ് പോയംസ് ആൻഡ് പ്ലേസ് പ്രസിദ്ധീകരിക്കുമ്പോൾ യേറ്റ്സിന് 75 വയസ്സായി. അദ്ദേഹം ഒരു വൃദ്ധനാണ്. 63 മുതൽ 75 വയസ്സ് വരെയുള്ള കാലത്ത് യേറ്റ്സിൽ ഉദിച്ച ദൈക്ഷണിക ശക്തിയും വിവേകവും സത്യസന്ധതയും അന്തസ്സുള്ള ശൈലിയും പാശ്ചാത്യ ലോകത്തിലെ അഭിമാനങ്ങളാണ്. ചെറുപ്പത്തിൽ തന്നെ ഈ ഗുണങ്ങൾ കൈവശമുണ്ടായി എന്നതാണ് നാലപ്പാടിൻ്റെ പേരിൽ മലയാളികൾ കണ്ടെത്തിയ ദോഷം. അപ്പോൾ വ്യത്യാസം അറിയണം. സത്യസന്ധതയും വളച്ചുകെട്ടില്ലാത്ത ഋജുവായ ശൈലിയും കൊണ്ട് വിക്ടോറിയൻ കാലഘട്ടത്തിന് ശേഷം വന്ന ഏറ്റവും മഹാനായ കവിയായി യേറ്റ്സ് വാഴ്ത്തപ്പെട്ടു. നാലപ്പാടനാകട്ടെ മഹാകവികളായ ത്രിമൂർത്തികളുടെ നിരയിലിരിക്കാൻ യോഗ്യത കൽപ്പിക്കപ്പെടാത്തവനായി മാറ്റി നിർത്തപ്പെട്ടു. മലയാള ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും കൂടിയുള്ളൊരു വ്യത്യാസം കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. നന്മ കണ്ടാൽ നല്ലതാണെന്ന് പറയാൻ സാധിക്കലും കൂടി വലിയ കാര്യമാണ്. നാലപ്പാടിന് ഇതിൽ വലിയ ദുഃഖമൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം തൻ്റെ ദൗത്യം തന്നെ ദരിദ്രനാരായണനായി ജീവിച്ച മഹാത്മജിയുടേതുപോലെ സ്ഥാനമാനങ്ങൾക്കും പ്രശസ്തിക്കും വേണ്ടി കൊതിക്കാത്ത ഒരു മാതൃകാ ജീവിതം നയിച്ചു കാട്ടുക എന്നതായിരുന്നു.
അങ്ങനെ ഇന്ത്യയുടെ പൈതൃകം കാക്കുക എന്നതായിരുന്നു. ഈ മഞ്ഞിനായി സ്വജീവൻ കരുതിയ മുനിമാർ നിസ്തുലം വിശ്വരക്ഷാ സാമർഥ്യം കാട്ടി നിസ്സംഗതയോട് വിലസിപ്പോന്ന രാജോത്തമന്മാർ നാമം പൊങ്ങാൻ കൊതിക്കാത്തൊരു കവികൾ മുറയ്ക്കായി മാത്രം പൊരുന്നോരീ മട്ടിൽ പുണ്യവാന്മാർ കരുതി തവ വിനാശത്തിൽ വന്നേക്കുമല്ലോ എന്ന് നന്നേ ചെറുപ്പത്തിൽ തന്നെ മാതൃഭൂമിയായ ഇന്ത്യയോട് പറഞ്ഞ കവിയാണ് അദ്ദേഹം.